ഞങ്ങളിത് നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകുന്ന വഴി നോമ്പെല്ലാം മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പോകുന്നത്. വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു 5 വണ്ടി അടുപ്പിച്ചിട്ടേക്കുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എന്തോ ഈ കാണുന്നത്, ഞാൻ എന്തോ സ്വപ്നം കാണുവാണോ ശരിക്കും നടക്കുന്നതാണോ എന്നൊക്കെ. എന്താ വെച്ചാൽ ഫുള്ള് ഇരുട്ടത്ത് റോഡിനാ നടുക്ക്, ഈ പണി നടക്കുന്ന റോഡിൻ്റെ നടുക്ക് ഈ 5 വണ്ടി ഇങ്ങനെ നിരത്തിച്ചിട്ട് അവർ ഫുഡൊക്കെ കഴിക്കണം. അപ്പോഴാണ് പറയുന്നത് ഈ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് തിരിഞ്ഞ് കറങ്ങി വന്ന് എന്നെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തത്. ചട്ടി വിൽക്കുന്ന ആളുകളാണ്. അവരിങ്ങനെയാണ് റോഡിൽ ചട്ടിയൊക്കെ താമസിച്ചുകൊണ്ടൊക്കെ പോയാണ് വിൽക്കുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോൾ ഫുള്ള് കറണ്ടില്ല കേട്ടോ, കറണ്ടില്ല. അങ്ങനെ ദേ പൊന്നാപ്പി എല്ലാവരും കൂടെ ഈ പ്രേതങ്ങളെ പോലെ ദേ ഉമ്മയും എല്ലാവരും കൂടെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ നേരെ ഓടിപ്പോയത് അങ്ങോട്ടാണെന്നറിയോ, നമ്മളുടെ ടേബിളിലേക്ക്. ദേ ഈ പാത്രങ്ങളെല്ലാം ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ പാത്രങ്ങളൊക്കെ ഉമ്മി എനിക്ക് ഫുഡ് തന്നു വിടുന്നതാണ് തിരിച്ചു കൊണ്ടുവച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തിരിച്ച് ഇനിയും ഫുഡ് കൊടുത്തുവിടായിരുന്നു. അത് കഴിഞ്ഞ് ഈ ബിരിയാണി ഉണ്ടോ, ഇത് പൊന്നാപ്പി അമീറ കൊണ്ടുവിടുന്നത്. എന്നെ കണ്ടുകൊണ്ട് അമീറ ഓടിപ്പോയി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്നറിയാവോ, ആ ബിരിയാണി ഞാൻ കൊടുക്കത്തില്ല. അങ്ങനെ ദേ പിന്നെ നമ്മളുടെ ഈ ഫുഡുകളൊക്കെ നമ്മുടെ നോമ്പ് തുറന്നിട്ട് ബാക്കി ഫുഡുകളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നെ മാടി വിളിക്കുകയാണ് സമൂസ, ഓരോരോ ഉമ്മിയുടെ വെറൈറ്റി ഐറ്റംസ് മിക്ക പറയുന്നത് കേട്ടോട്ടാ. യഥാർത്ഥ സമൂസ എന്ന് പറയാൻ കാര്യമുണ്ട്. നേരത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, അപ്പോൾ മനസ്സിലാവും എന്തുകൊണ്ട്. പിന്നെ നമ്മളുടെ ഗ്രേപ്പ് ജ്യൂസ്, ദേ മോനുകൂട് എപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി, ആ പാട്ടില്ലേ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മോനുകൂട് കേൾക്കേണ്ടി വരും. എന്നെ കൊണ്ട് തീറ്റിപ്പിക്കില്ല. എന്നാലും മോനെ കൂടെ മേടിച്ച് ഞാനാണ് തിന്നല്. എനിക്ക് ഇക്കാക്ക് കൊടുക്കുമെങ്കിലും ഇക്കായാലും മുന്നേ ഞാനാണ് ആദ്യം തിന്ന് തീർത്തിട്ട് ലാസ്റ്റ് ഇക്കാക്ക് കൊടുക്കാറുള്ളൂ. ഇത് അടുത്തത് കൊണ്ട് കൊടുത്തു. അങ്ങനെ ടേസ്റ്റ് കാരണം മതി എന്ന് പറഞ്ഞ ആൾ വയറ് നിറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ ആൾ ഇത് അടുത്തതും ടേസ്റ്റും ഉണ്ട്. അതും ആന്നൊക്കെ വെച്ചിട്ട് തിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മിയുടെ വക കുഞ്ഞാപ്പിക്ക് ഒരു ഷാർജ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ബിരിയാണി പൊതി പൊട്ടിച്ച് ഞാനും ഇക്കായും കൂടെ തിന്നാണ്. അത് കഴിഞ്ഞപ്പോൾ അവളുമാർക്കും കൊടുത്തു കേട്ടോ, ആമിറാക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അവളെന്നെ കൊല്ലും. അത് കഴിഞ്ഞിട്ട് അപ്പവും ബീഫ് കറിയുമാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പവും ബീഫ് കറിയും കഴിയുമ്പോൾ അവളുടെ വീഡിയോ എടുക്കാൻ കൊടുത്തിയാ എന്താണ്ടൊക്കെ എൻ്റെ തലയും മണയൊക്കെയാണെന്ന് ഒന്ന് വീഡിയോയിൽ എടുത്ത് വെച്ചിട്ടുള്ളത്. അവളുടെ പരിപാടിയാണ് കേട്ടോ ഗെയ്സ്. പിന്നെ ഇടാതെ വഴിയിലല്ലോ ഈ വീഡിയോ ബാക്കിയുള്ളത്. അതുകൊണ്ട് അപ്പവും ബീഫ് കറിയും നല്ലതായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അപ്പവും ബീഫ് കറി. ഇരുട്ടായതുകൊണ്ട് ചിക്കൻ കാലൊക്കെ വലിച്ച് കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവരെമാരെ ഒന്ന് പേടിപ്പിക്കട്ടെ.